ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും നമുക്കെല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മംഗളവാർത്ത കാലത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈശോയുടെ വരവിനായിട്ട്, ഉണ്ണീശോയുടെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും രക്ഷയുമായിട്ട് ഈശോ കടന്നു വരുന്ന ദിവസങ്ങളാണ്. അതോടൊപ്പം ഇന്ന് ഈ ഡിസംബർ 3-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ കൂടെയാണ്. നമുക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ യേശുവാകുന്ന പ്രകാശം ലോകമെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യയിലും ജപ്പാനിലും ഒക്കെ അദ്ദേഹം ഒത്തിരിയേറെ കഠിനമായി പ്രവർത്തിക്കുകയും വലിയൊരു വിശുദ്ധനായി തീരുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ അഴുകിപ്പോകാത്ത ശരീരം അവിടെ പൊതുദർശനത്തിന് ഗോവയിൽ വച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സഹായിക്കാൻ വരാറുള്ള ബോബിയച്ചൻ കഴിഞ്ഞ ചൊവ്വാഴ്ച അവിടെ മരുതോങ്കര ഫൊറോനയിലെ കുറച്ച് വിശ്വാസികളും ഒക്കെ ആയിട്ട് അവിടെ പോയിരിക്കുകയായിരുന്നു. ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഗോവയിലെ ആ ദേവാലയവും വിശുദ്ധൻ്റെ കബറിടവുമെല്ലാം. അപ്പോൾ അദ്ദേഹം ഈ ലോകത്തിലുണ്ടായിരുന്ന അന്ധകാരത്തെ നീക്കാൻ കടന്നു വന്ന ഈശോയുടെ ആ പ്രകാശം ഈ ദേശത്ത്, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം കഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞത് ഇതാണ്: സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അപ്പോൾ ഏതാനും കുറച്ച് പേർക്ക് മാത്രമുള്ളതല്ല, ഈ ലോകത്തിലുള്ള എല്ലാവർക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സദ്വാർത്ത എല്ലാവരിലും എത്തുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നത്. നമുക്കറിയാം, ഭാരതവും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും യേശുവിനെ അറിയുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയൊക്കെ ചെയ്ത ആളുകളുടെ എണ്ണം എടുത്തു നോക്കിയാൽ ഭാരതത്തിലാണെങ്കിൽ 2% ഒക്കെ ഉള്ളൂ. ബാക്കി 98% മറ്റു വിശ്വാസങ്ങൾ തുടരുന്നവരോ അല്ലെങ്കിൽ ഒരു വിശ്വാസവും ഇല്ലാത്തവരാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ ആളുകൾ യേശുവിനെ അറിയാതെയും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതെയും ഇരിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം വചനത്തിലൂടെ പറയുകയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രാർത്ഥനയിലും ദൈവ ശുശ്രൂഷയിലും ജീവിച്ച ആളാണ് ഈ ഫ്രാൻസിസ് സേവ്യർ. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ചിട്ടും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരം അഴിയാതെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തിന് പ്രകാശമായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു, കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അന്ന് യെശയ്യാ പ്രവാചകന്റെ കാലത്ത് ഉണ്ടായിരുന്ന അന്ധകാരം 2-3 കാര്യങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒന്ന്, പാപത്തിൻ്റെ മേഖലയാണ് അന്ധകാരം, ഡാർക്ക്നെസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒന്ന് പാപത്തിൻ്റെ മേഖലയാണ്. 2, തകർച്ചകളുടെയും കഷ്ടതകളുടെയും മേഖലയാണ് ഇരുട്ട്, അന്ധകാരമെന്ന് സൂചിപ്പിക്കുന്നത്. 3, ധാർമ്മിക മൂല്യങ്ങളിലുള്ള തകർച്ചയാണ്. ധാർമ്മിക വാല്യൂസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, ധാർമ്മികതയില്ലാതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അന്ധകാരത്തിലേക്ക് കടന്നു വരുന്ന പ്രകാശത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ അന്ന് സംസാരിച്ചത്. ഈ അന്ധകാരത്തെ മാറ്റി പ്രകാശമായിട്ട് ഈശോ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ സ്നേഹമുള്ളവരെ, അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അന്ധകാരം, അതിനേക്കാൾ കൂടുതൽ അന്ധകാരം ഇന്നത്തെ ലോകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
അത് നമുക്കറിയാം. നമ്മുടെ ലോകം നേരിടുന്ന, കുടുംബങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ പാപത്തിൻ്റെ സ്വാധീനം, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, മറ്റ് സഹനങ്ങൾ, യുദ്ധക്കെടുതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വലിയൊരു അന്ധകാരത്തിലാണ് മനുഷ്യർ ഇന്ന് കഴിയുന്നത്. അവിടെ യേശുവിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഇന്നലെ വെറുതെ മൊബൈൽ ഫോണിൽ ഓൺലൈൻ വാർത്തകൾ ഞാനിങ്ങനെ മറിച്ച് പെട്ടെന്ന് ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഓൺലൈൻ വാർത്തകളാവുമ്പോൾ ന്യൂസ് ചാനൽ വാർത്തകൾ പെട്ടെന്ന് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചില വാർത്തകൾ വായിച്ചപ്പോൾ എന്തുമാത്രം അന്ധകാരമാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എൻ്റെ മനസ്സിലിങ്ങനെ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു ന്യൂസ് ചാനലിൽ രണ്ട് ന്യൂസ് ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ഇതാണ്. ഹിന്ദി സംസാരിക്കുന്ന നോർത്ത് ഇന്ത്യയിലാണ്. അവിടെ 24 വയസ്സുള്ള ഒരു മകൾ വളരെ സന്തോഷത്തോടുകൂടെ ഒരു വീഡിയോ ഒക്കെ പിടിച്ച് മറ്റുള്ളവരോട് പറയുന്ന ഒരു വാർത്തയാണ്. ഇതാണ് 24 വയസ്സുള്ള ഈ മകൾ പറയുന്നത്: കുഞ്ഞുനാൾ മുതൽ എനിക്ക് എൻ്റെ പിതാവിനോട് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എൻ്റെ പിതാവിനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചു. അവൾ സ്വന്തം മകൾ സ്വന്തം അപ്പനെ 50 വയസ്സുള്ള മകനെ 50 വയസ്സുള്ള പിതാവിനെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഈ മകൾ സന്തോഷത്തോടെ അത് വീഡിയോയിൽ പറയുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ എക്സ്, പണ്ട് ട്വിറ്റർ എന്നറിയപ്പെടുന്ന എക്സിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവായ ഒരു രാഷ്ട്രീയ നേതാവാണ് അത് ഇട്ടത്. അപ്പോൾ അത് പിന്നീട് ലോകത്ത് മുഴുവൻ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് ഇങ്ങനെയായിരുന്നു, ഒരു ന്യൂസ് ചാനൽ മുകളിൽ കൊടുത്തിരിക്കുന്നത്: നാം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്വന്തം അപ്പനെ കല്യാണം കഴിക്കുന്നതിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്ത് അത് മറ്റുള്ളവരോട് പറയുന്ന ഒരു യുവതി. അപ്പോൾ ഈ വാർത്തയിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഹിന്ദിയിലാണത്. അപ്പോൾ എനിക്ക് കുറച്ച് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഹിന്ദിയിലുള്ള വീഡിയോ കണ്ടു. അപ്പോൾ ഈ ആളുകളൊക്കെ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകൾ ഈ അപ്പനോടും മകളോടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മകളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്: നിൻ്റെ പിതാവ് തന്നെയാണോ? അപ്പോൾ ആ യുവതി പറയുകയാണ്: അതെ, എൻ്റെ പിതാവ് തന്നെയാണ്. എനിക്ക് കുട്ടിക്കാലം മുതലേ എൻ്റെ അപ്പനെ നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കല്യാണം കഴിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ അപ്പനോട് ചോദിക്കുന്നുണ്ട്: ഇത് നിങ്ങളുടെ മകൾ തന്നെയാണോ? നിങ്ങൾ എന്താണ് ഇങ്ങനെ കഴിയുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത്: എൻ്റെ മകൾ തന്നെയാണ്. എന്നിട്ട് വീണ്ടും ആളുകൾ ചോദിക്കുമ്പോൾ, നിങ്ങൾക്കിതിൽ നാണക്കേടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പിതാവ് മാധ്യമപ്രവർത്തകരോട് പറയുന്നതാണ്: നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇതിലെന്താണ് ലജ്ജിക്കാനിരിക്കുന്നത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവർ, നാം എങ്ങോട്ടാണ് പോകുന്നത്? അത് വാസ്തവത്തിൽ നമ്മൾ ഗൗരവത്തിൽ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ലോകത്തിൽ അന്ധകാരം എന്തുമാത്രം വ്യാപിക്കുന്നു എന്നതിൻ്റെ. ഞാൻ ഇന്നലത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ആ വാർത്ത അടുത്ത വേറൊരു വാർത്ത ഞാൻ നോക്കിയപ്പോൾ ആലപ്പുഴയിൽ ഹരിപ്പാട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് 4 യുവാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ രാത്രി 12 മണിക്ക് 4 യുവാക്കന്മാർ പോലീസ് അറസ്റ്റ് ചെയ്തത്? അപ്പോൾ ആ പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ വാർത്ത ഇതാണ്: ആ പെൺകുട്ടിയുടെ കാമുകന്മാരും സുഹൃത്തുക്കളും ഒരുമിച്ച് വന്നു. അതാ പ്രശ്നമായത്. അങ്ങനെയാണ് അവർ തമ്മിൽ വലിയ വഴക്കും അടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ വാർത്തയിൽ, ഇന്നലത്തെ വാർത്തയാണ്, അതിൽ കൊടുത്തിരിക്കുകയാണ്: ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ളൊരു വേറെ പെൺകുട്ടി കൂടെ ഈ വീട്ടിലേക്ക് വന്നു. ഈ കുട്ടിയോടൊപ്പം ഇരുന്ന് പഠിക്കാനാണെന്ന് വീട്ടിൽ പറഞ്ഞു വന്നു. അങ്ങനെ ഇവർ 2 പേരുടെയും സ്നേഹിതരെ ഇവർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അമ്മയുടെ അമ്മയും നേരത്തെ കിടന്നുറങ്ങും. അപ്പോൾ അവർ സ്നേഹിതരെ വിളിച്ചു വരുത്തി. പക്ഷേ ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയ വഴി പരിചയമുള്ള വേറെ 2 സുഹൃത്തുക്കളും അവിടെ വന്നു. അങ്ങനെ 4 പേര് ഒരേ വീട്ടിൽ ഒരേ സമയം ഒരേ ആളുകളെ തേടി വന്നപ്പോൾ അവർ തമ്മിൽ അടിയായി, ബഹളമായി. അങ്ങനെ വീട്ടുകാർ എഴുന്നേറ്റ് വന്ന് പോലീസിനെ വിളിച്ച്, അങ്ങനെ പോലീസ്, ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ വന്ന വാർത്തയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ തേടി രാത്രിയിൽ 4 പേര് ഒരു വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ 2 പേരെ തേടി വരുമ്പോൾ, നമ്മുടെ ലോകവും നമ്മുടെ കുട്ടികളും എവിടേക്കാണ് പോകുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ്
യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, അന്ധകാരം നിറഞ്ഞ ലോകത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് പ്രകാശമായിട്ട് ദൈവം കടന്നു വരും. സ്നേഹമുള്ളവർ, ഓരോരോ വാർത്തകൾ നമ്മൾ വായിക്കുമ്പോൾ, ഇന്നലത്തെ വാർത്തകൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ കണ്ണൂർ വളപട്ടണത്ത് ഒരു വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും നഷ്ടപ്പെട്ടു പോയി. അത് പിന്നീട് കണ്ടെത്തിയപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അഷ്റഫ് അദ്ദേഹം പറയുകയാണ്, എന്നെ ഏറ്റവും ഞെട്ടിച്ച കാര്യം എൻ്റെ തൊട്ട് അയൽപ്പക്കക്കാരൻ വന്നാണ് ഇത് മോഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ പറഞ്ഞു പിടിച്ച് ഈ അയൽക്കാരനോട് പോലും നമുക്കൊരു കാര്യം പറയാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കടയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാനക്കാരായ ചെറുപ്പക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്. അവരൊക്കെ പോലീസ് സംശയിച്ച് അവരൊക്കെ ചോദ്യം ചെയ്തു. അവർക്ക് പലർക്കും പേടിച്ചും സങ്കടപ്പെട്ടും അസുഖം വന്നു. എന്നോട് ചോദിച്ചു, ആരെങ്കിലും സംശയമുണ്ടോ? ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. പോലീസ് ആദ്യം പറഞ്ഞു നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാമെന്ന് പറഞ്ഞു. ബന്ധുക്കളുടെ പേരുകളൊക്കെ ചോദിച്ചു, പക്ഷെ ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഒരിക്കലും എൻ്റെ തൊട്ടടുത്ത് കഴിയുന്ന ഇയാൾ ഞാനില്ലാത്ത ദിവസം വന്ന് ഇങ്ങനെ മോഷ്ടിക്കുമെന്ന് കരുതിയില്ല. അപ്പോൾ ആ വ്യക്തിയുടെ തന്നെ പോലീസ് പിടിച്ചു കഴിയുമ്പോഴുള്ള കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ കിടന്നുറങ്ങുന്ന കട്ടിലിൻ്റെ അടിയിൽ അദ്ദേഹം ഒരു അറയുണ്ടാക്കി. ആ അറയ്ക്കകത്ത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വെച്ച് അതിലാണ് ഈ മോഷ്ടിച്ച പണവും സ്വർണവും അദ്ദേഹം സൂക്ഷിച്ചിരുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, എന്തുമാത്രം അന്ധകാരം പലവിധത്തിലായിട്ട് നമ്മുടെ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ വന്ന് നിറയുന്നു. കർത്താവിൻ്റെ പ്രകാശം നമ്മുടെ കുടുംബങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും നമ്മുടെ മക്കളിലേക്കും കടന്നു വന്നില്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപകടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നലെ രാത്രി തന്നെ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾ ആലപ്പുഴയിൽ വായിച്ചത്. 1ാം വർഷം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 11 യുവാക്കന്മാർ ഒരുമിച്ച് ഒരു ടവേറ വണ്ടിയിൽ പോയി. രാത്രിയിൽ 9:30 സിനിമയ്ക്ക് പോയതാണ്. നല്ല മഴയത്ത് അവരുടെ കയ്യിൽ നിന്ന് വണ്ടി തെറ്റിപ്പോയി. ആ വണ്ടി ഒരു KSRTC ബസ്സിലിടിച്ച് 5 പേര് തൽക്ഷണം മരിച്ചു. 2 പേരുടെ നില വളരെ ഗുരുതരമാണ്. അവരുടെ മാതാപിതാക്കളൊക്കെ എത്ര ആഗ്രഹിച്ച മക്കളെ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ വിട്ടതാ. അവർക്ക് ഈ രാത്രി കാലത്ത് 9:30 ഇങ്ങനെ ഈ പെരുമഴയത്ത് സിനിമയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ടായെന്ന് നമുക്കറിയത്തില്ല. എന്തു തന്നെയാണെങ്കിലും അവർ അത്രയും പേർ മരിച്ചുപോയി. അപ്പോൾ എന്തുമാത്രം അന്ധകാരമാണ് നമ്മുടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാർത്തകൾ ഓരോന്ന് വായിക്കുമ്പോൾ ഈ ലോകം എന്തുമാത്രം ഇരുട്ടിലേക്ക് പോകും. നന്മകൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും ആ ന്യൂസ് ചാനലിൻ്റെ ഹെഡിങ് പോലെ നാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മളുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹവും ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കഴിഞ്ഞ ദിവസം കൊല്ലത്തടുത്ത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു, ഒരു +1 പഠിക്കുന്ന പെൺകുട്ടി കൂടുതൽ ഗുളികകൾ കഴിച്ചു മരിച്ചു. ഗുളികൾ കഴിച്ചു മരിച്ചപ്പോൾ അവർക്കാർക്കും കാരണം മനസ്സിലായി എന്തുകൊണ്ടാണ് മരുന്ന് കൂടുതൽ ഈ പെൺകുട്ടി കഴിച്ചത്. അതിനുശേഷം ആ പെൺകുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്ന ആ പെൺകുട്ടി 5 മാസം ഗർഭിണിയായിരുന്നു. പിന്നീടാണ് അതിൻ്റെ പുറകിലുള്ള ആളെ കണ്ടുപിടിക്കുന്നതും വളരെ ചെറുപ്പമായിട്ടുള്ള കൂട്ടുകാരനെ കണ്ടുപിടിക്കുന്നതും പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ലോകത്തും നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ നാട്ടിലും നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും എൻ്റെ കുടുംബത്തിൽ ഇതൊന്നും സംഭവിക്കുകയില്ല, ഇതൊക്കെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ സ്നേഹമുള്ളവരെ, ഈ വ്യത്യാസങ്ങളും ധാർമ്മിക മൂല്യച്യുതികളുമെല്ലാം നമ്മുടെ തൊട്ട് അടുത്ത് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇതുപോലെ രാത്രി 12 മണിക്കും 1 മണിക്കും ഒക്കെ പലരും നമ്മുടെ ഭവനങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാം. കുട്ടികളെക്കുറിച്ച് മാത്രം പറയേണ്ട കാര്യമില്ല, ദാമ്പത്യ ജീവിതങ്ങളിലും ഒത്തിരി മൂല്യച്യുതികളും ധാർമ്മിക മൂല്യച്യുതികളും ഉണ്ടാകാം. അതോടൊപ്പം മറ്റുള്ള മേഖലകളിലൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ നമ്മളെ തകർക്കാം. സ്നേഹമുള്ളവരെ, ഇവിടെ യേശുവാകുന്ന പ്രകാശം ശക്തമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നാലേ ഈ അന്ധകാരം മാറിപ്പോവുകയുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, അച്ഛൻ ഈ കാര്യങ്ങൾ കുറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ കുടുംബങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് ശക്തമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉപദേശങ്ങളോ നമ്മുടെ നിർബന്ധ ബുദ്ധികളോ ഒന്നും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ആരുടെ അടുത്തും നടപ്പിലാകാൻ പോകുന്നില്ല.
ശക്തമായ പ്രാർത്ഥന, യേശുവാകുന്ന പ്രകാശം കടന്നു വന്നാലേ ഈ ഇരുട്ട് മാറിപ്പോവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. ലോകത്തിന്റെ പ്രകാശമായ യേശു നമ്മുടെ കുടുംബങ്ങളിൽ നിറഞ്ഞു നിന്നാലേ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് സമയത്ത് ഈ യേശു ക്രിസ്തുവിനെ, ഉണ്ണി യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കണമെന്ന് തിരുസഭ നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 1-ാം അധ്യായം 17-ാം തിരുവചനം, അവിടെ വചനം പഠിപ്പിക്കണം, അവിടുന്ന് പ്രകാശത്തിലായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശത്തിൽ സഞ്ചരിക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ടാകും. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാം തിരുവചനം, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇരുട്ടെന്നും ഇരുളെന്നും പറയുന്നത് അത് പാപകരമായ അവസ്ഥയാകാം, ജീവിതത്തിലെ തകർച്ചകളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളും യുദ്ധക്കെടുതികളും അതുപോലെയുള്ള പ്രതിസന്ധികളാകാം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളാകാം. അതേക്കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരിയേറെ ചിന്തിക്കേണ്ടതുണ്ട്. യേശുവാകുന്ന പ്രകാശത്തെ കുടുംബത്തിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഈ പ്രകാശം കൂടുതൽ പ്രകാശിച്ച് നിന്നാലേ ഇരുളിന് നമ്മുടെ കുടുംബങ്ങളെ കീഴടക്കാതിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, നമ്മൾ ആരും മറ്റുള്ളവരോട് പറയുന്നില്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ദാമ്പത്യ ജീവിതങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഈ ലോകത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അതെൻ്റെ കുടുംബത്തിലില്ല, അയൽപ്പക്കത്താണെന്ന് ചിന്തിച്ച് ഞാൻ സുരക്ഷിതമാണ് എന്ന് കരുതരുത്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീടിൻ്റെ പടി കയറിയും ഈ പ്രതിസന്ധികൾ കടന്നു വരാം. ഇവിടെ യേശുവാകുന്ന പ്രകാശം കൊണ്ട് നമ്മുടെ ഭവനങ്ങൾ നിറയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലത്ത് ബാഹ്യമായിട്ടുള്ള ഒരുക്കങ്ങളെക്കാൾ നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഹൃദയങ്ങളെ ഉണ്ണി യേശുവിനായിട്ട് ഒരുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതിസന്ധികളും ഈശോയ്ക്ക് സമർപ്പിച്ച്, ഈശോയെ എൻ്റെ കുടുംബത്തിൽ അന്ധകാരം നീക്കാൻ വരണമേ, ഇരുട്ട് നീക്കാൻ വരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ ഓരോ കുടുംബങ്ങളിൽ ഓരോന്ന് സംഭവിക്കും നമ്മൾ കേൾക്കുമ്പോൾ അതെന്നെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ കരുതരുത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ മാതാപിതാക്കൾ എത്ര കരയുന്നുണ്ടാകും. 4 യുവാക്കളെ ഒരു വീട്ടിൽ നിന്ന്, മകളെ കാണാൻ വന്ന 4 യുവാക്കൾ ഒരു വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്താൽ ആ കുടുംബത്തിലെ അമ്മയും അമ്മയുടെ അമ്മയും എത്ര കരയുന്നുണ്ടാകും. +1 പഠിക്കുന്ന ഒരു മകൾ കൂടുതൽ മരുന്ന് കഴിച്ച് മരിച്ചിട്ട് അവളുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവൾ 5 മാസം ഗർഭിണിയാണെന്ന് ലോകം മുഴുവനും അറിയുമ്പോൾ ആ കുടുംബം എങ്ങനെ സമാധാനത്തോടുകൂടി മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി ജീവിക്കും? സ്നേഹമുള്ളവരെ, തൊട്ടടുത്ത അയൽപ്പക്കക്കാരൻ തന്നെ വീട്ടിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് വന്ന് മോഷ്ടിക്കുമ്പോൾ എങ്ങനെ അടുത്തുള്ളൊരു കുടുംബത്തെ വിശ്വസിക്കും? സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ പ്രതിസന്ധികളിൽ കർത്താവ് ഇടപെടേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചൊരു ഗാനം പാടാനായിട്ട് ഒരുങ്ങാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. കർത്താവായ യേശുവേ, അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അലട്ടുന്ന എല്ലാ തരത്തിലുള്ള ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും യേശുക്രിസ്തുവാകുന്ന പ്രകാശം കൊണ്ട് വിശുദ്ധീകരിക്കണമേ. സ്വാതന്ത്ര്യത്തിലേക്ക്
സാന്നിധ്യത്തിലേക്ക് നയിക്കണമേ. കർത്താവായ യേശുവേ, ഇരുളിന് കീഴടക്കുവാൻ സാധിക്കാത്ത ലോകത്തിന്റെ പ്രകാശമായ ഈശോയെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നത് ആത്മശോധന ചെയ്യുവാൻ ഈ നോമ്പ് കാലത്ത് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റേതായ സുഖങ്ങളിൽ, ലഹരി വസ്തുക്കളിൽ, ചെട്ടിക പാപങ്ങളിൽ, സ്വാർത്ഥമോഹങ്ങളിൽ കഴിയുന്ന എല്ലാവരിലേക്കും യേശുവാകുന്ന പ്രകാശത്തെ അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ആരാധന, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. കരങ്ങൾ അടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ശക്തനാണല്ലോ, സർവശക്തനാണല്ലോ എൻ്റെ കൂടെയുള്ള ദൈവം. ശക്തനാണല്ലോ, സ്നേഹമാണല്ലോ, നിത്യസ്നേഹമാണല്ലോ എൻ്റെ ഉള്ളിലുള്ള ദൈവം. സ്നേഹമാണല്ലോ, ശക്തനാണല്ലോ, സർവശക്തനാണല്ലോ എൻ്റെ കൂടെയുള്ള ദൈവം. ശക്തനാണല്ലോ, സ്നേഹമാണല്ലോ, നിത്യസ്നേഹമാണല്ലോ എൻ്റെ ഉള്ളിലുള്ള ദൈവം. സ്നേഹമാണല്ലോ, ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, കൂടെയുള്ള ദൈവത്തെ ആരാധിച്ചിടാം. പാടി സ്തുതിക്കാം, എന്നും പാടി സ്തുതിക്കാം, ഉള്ളിലുള്ള ദൈവത്തെ പാടി സ്തുതിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, കൂടെയുള്ള ദൈവത്തെ ആരാധിച്ചിടാം. പാടി സ്തുതിക്കാം, എന്നും പാടി സ്തുതിക്കാം, ഉള്ളിലുള്ള ദൈവത്തെ പാടി സ്തുതിക്കാം. നമ്മുടെ കുടുംബത്തെ, പ്രാർത്ഥനകളെ, നമ്മുടെ മക്കളെ സമർപ്പിച്ച് നമുക്ക് പാടാം. ആശ്രയറ്റ ഭവനത്തിൽ അതിശയകരമായി മുന്തിരിച്ചാറൊഴുക്കിയ ദൈവമല്ലയോ. ആശ്രയറ്റ ഭവനത്തിൽ അതിശയകരമായി മുന്തിരിച്ചാറൊഴുക്കിയ ദൈവമല്ലയോ. ഉള്ളലിഞ്ഞ മനസ്സോടെ അന്ധനായവന്റെ കണ്ണിൽ കാഴ്ച വീണ്ടും നൽകിയ ദൈവമല്ലയോ. കാഴ്ച വീണ്ടും നൽകിയ ദൈവമല്ലയോ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, കൂടെയുള്ള ദൈവത്തെ ആരാധിച്ചിടാം. പാടി സ്തുതിക്കാം, എന്നും പാടി സ്തുതിക്കാം, ഉള്ളിലുള്ള ദൈവത്തെ പാടി സ്തുതിക്കാം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, കൂടെയുള്ള ദൈവത്തെ ആരാധിച്ചിടാം. പാടി സ്തുതിക്കാം, എന്നും പാടി സ്തുതിക്കാം, ഉള്ളിലുള്ള ദൈവത്തെ പാടി സ്തുതിക്കാം. നഷ്ടമായൊരാടിനെ കണ്ടുകിട്ടും നേരത്ത് തോളിലേറ്റി ആനന്ദിക്കും ദൈവമല്ലയോ. നഷ്ടമായൊരാടിനെ കണ്ടുകിട്ടും നേരത്ത് തോളിലേറ്റി ആനന്ദിക്കും ദൈവമല്ലയോ. ഉൾഭയത്താൽ ശിക്ഷകേണം ഉള്ളുരുകി കരഞ്ഞപ്പോൾ ശാന്തി തീരത്തണച്ചൊരു ദൈവമല്ലയോ. ശാന്തി തീരത്തണച്ചൊരു ദൈവമല്ലയോ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, കൂടെ
കൂടെയുള്ള ദൈവത്തെ ആരാധിക്കാം. പാടി സ്തുതിക്കാം, എന്നും പാടി സ്തുതിക്കാം. ഉള്ളിലുള്ള ദൈവത്തെ പാടി സ്തുതിക്കാം. ശക്തനാണല്ലോ, സർവശക്തനാണല്ലോ, എൻ്റെ കൂടെയുള്ള ദൈവം ശക്തനാണല്ലോ. സ്നേഹമാണല്ലോ, നിത്യ സ്നേഹമാണല്ലോ, എൻ്റെ ഉള്ളിലുള്ള ദൈവം സ്നേഹമാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, പ്രകാശം വ്യാപരിക്കട്ടെ, പ്രകാശം വ്യാപരിക്കട്ടെ, പ്രകാശം വ്യാപരിക്കട്ടെ, അന്ധകാരം നീങ്ങട്ടെ, പ്രകാശം വ്യാപരിക്കട്ടെ, അന്ധകാരം നീങ്ങട്ടെ, പ്രകാശം വ്യാപരിക്കട്ടെ, ഇരുട്ട് മാറിപ്പോകട്ടെ, ഇരുട്ട് മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, ദുശീലങ്ങൾ വിട്ടുപോകട്ടെ, ജഡിക പാപങ്ങളിൽ മോചനം ലഭിക്കട്ടെ, വെറുപ്പ് വിട്ടുപോകട്ടെ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിട്ടുപോകട്ടെ, മാരക പാപങ്ങളിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ, വെറുപ്പ് വിട്ടുപോകട്ടെ, തകർച്ചകൾ വിട്ടുപോകട്ടെ, അഭിഷേകം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, ഇരുട്ട് മാറട്ടെ, എല്ലാ ജീവിതങ്ങളിലുമുള്ള ഇരുട്ട് നീങ്ങട്ടെ, യേശുവാകുന്ന പ്രകാശം കുടുംബങ്ങളിലേക്ക് വരട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, അഭിഷേകമുണ്ടാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികൾ വിട്ടുപോകട്ടെ, മാരക രോഗങ്ങൾ യേശുനാമത്തിൽ സുഖപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധകാരം നീങ്ങട്ടെ, ഇരുട്ട് മാറട്ടെ, യേശുവാകുന്ന പ്രകാശം കടന്നു വരട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ പ്രകാശം നിറയട്ടെ, വ്യക്തി ജീവിതങ്ങളിൽ പ്രകാശം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം. യേശുവേ ഒരാളെ പോലും തൊടാതിരിക്കണമേ, എല്ലാവരെയും സ്പർശിക്കണമേ, ഒരാളെ പോലും വെറുങ്കയോടെ പറഞ്ഞേക്കണമേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരാൾ പോലും വെറുങ്കയോടെ പോകരുതേ, ഒരു കുടുംബം പോലും വെറുങ്കയോടെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് കണ്ണീരോടുകൂടെ ദൈവസന്നിധിയിൽ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ യേശുവാകുന്ന പ്രകാശം ഈ ക്രിസ്മസ് കാലത്ത് പ്രത്യേകമായിട്ട് നമ്മുടെ ഭവനത്തിൽ വന്ന് നിറയട്ടെ, രോഗങ്ങൾ മാറട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, ദുശീലങ്ങളിൽ നിന്നും മറ്റുള്ള അസ്വസ്ഥതകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കട്ടെ. തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. പൈൽസിൻ്റെ അസുഖമുള്ള 2 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുള്ള ഒരു ദമ്പതികൾ ഒരു കുഞ്ഞുകൂടെ വേണമെന്ന് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അവരുടെ ആഗ്രഹത്തെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കാൽമുട്ടിന് ശക്തമായ വേദനയുണ്ട്, മുട്ടുകുത്താൻ സാധിക്കുന്നില്ല കുറച്ച് നാളുകളായിട്ട്. അങ്ങനെയുള്ള 6 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹൃദയമിടിപ്പ്, ഹൃദയസ്പന്ദനം, അതിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. അതോടൊപ്പം മറ്റ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള
7 പേരെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കുന്നുണ്ട്, സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. കുടുംബത്തിൽ പലവിധത്തിലുള്ള തകർച്ചകളും പ്രതിസന്ധികളുമാണ്. മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്ത വിധത്തിൽ കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇങ്ങനെയൊക്കെയുള്ള 67-ലധികം കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശക്തമായ തലവേദന, മൈഗ്രെയിൻ തലവേദന പോലെ ഉണ്ടാകുന്ന 9 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. വർഗീസ് എന്ന ഒരു സഹോദരനെ കർത്താവ് പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പട്ടി കടിച്ചിരുന്നു, അതിനുശേഷം അത് ഇൻഫെക്ഷൻ ആയപ്പോൾ വലിയ ഭയത്തിലാണ് ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 വളരെയധികം മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു ചെറിയ ഭവനത്തിൽ കഴിയുന്ന ഒരു കുടുംബത്തിന് കർത്താവ് ഒരു വാർക്ക വീട്, പുതിയൊരു വീട് കർത്താവ് അവർക്ക് ഒരുക്കുന്നു. അതിനായിട്ട് ആരൊക്കെയോ സഹായിക്കുവാൻ ദൈവം ആ കുടുംബത്തിന് വേണ്ടി ഒരുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊട്ടേഷൻ എടുത്ത് തല്ലാനും കൊല്ലാനും ഒക്കെ പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു, മാനസാന്തരം നൽകുന്നു. ആ വ്യക്തി ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഈശോ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 കൃഷിനാശം സംഭവിച്ചു, പ്രത്യേകിച്ച് ജാതി മരങ്ങൾ മറിഞ്ഞു വീണു. അങ്ങനെ നഷ്ടപ്പെട്ട് വലിയ ജാതി മരങ്ങൾ മറിഞ്ഞു വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 പലവിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. കർത്താവ് 70-ലധികം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യൂട്രസിൽ മുഴയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരിക്ക് വലിയ ഭയമാണ്. കർത്താവ് ആ സഹോദരി ധൈര്യപ്പെടുത്തുന്നു. മെഡിക്കേഷനിലൂടെ തന്നെയാണ്, ചികിത്സയിലൂടെ തന്നെയാണ് ആ സഹോദരിക്ക് സൗഖ്യം ലഭിക്കുക. കർത്താവ് ആ സഹോദരി ധൈര്യപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 വേറൊരു ഓപ്പറേഷന് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വ്യക്തി വല്ലാതെ ഭയത്തിലാണ്. ആ വ്യക്തിയുടെ ഭയം ഈശോ മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധമ്മ, കിരീടമണിഞ്ഞ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം നൽകുന്നു. പരിശുദ്ധമ്മ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളെ ഉണ്ടായിരിക്കട്ടെ. സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1-2 സാക്ഷ്യങ്ങൾ. വിജി, 4 സെന്റ് കോളനി, വേനപ്പാറ.
എനിക്ക് 4 വർഷമായി ശക്തമായ നടുവേദനയുണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തിൽ ഇവിടെ വന്ന് ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ആരാധന ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന പൂർണ്ണമായും മാറിക്കിട്ടി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിജി വേനപ്പാറ. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ബിന്ദുവിൻ്റെ അമ്മ ചിന്നമ്മ, കോഴിപ്പാടത്ത് 22-ാം മൈൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 10 ലക്ഷം വില വരുമായിരുന്ന വീടും സ്ഥലവും കൂടി പകുതി വിലയ്ക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ചു. മെയിൻ റോഡ് വക്കിൽ സൗകര്യമുള്ള ഒരു സ്ഥലം ഇടനിലക്കാരനില്ലാതെ ലഭിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബിന്ദു അമ്മ ചിന്നമ്മയും അവരിന്നിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പ്രാർത്ഥിക്കും. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല നലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നത് വരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണുനീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.